ഓരോ കുഞ്ഞുമക്കളും ഈ ലോകത്തിൻ്റെ പുതുവെളിച്ചമാണ്. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് ആ വെളിച്ചത്തിൽ എത്തിച്ചേരുവാൻ വൈകുകയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവിരലുകൾ കൂടാതെ ഒരൊറ്റപ്പെട്ട വഴിയിലൂടെ അവർ ജീവിതം കടന്നു നീക്കുകയാണ്. അവരാണ് അനാഥാലയങ്ങളിലെ നമ്മുടെ ചെറിയ താരങ്ങൾ. ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, പഠിക്കാനുള്ള സ്വപ്നമുള്ളവർ, ഒരു താങ്ങ് കൈ തേടുന്നവർ. അവരുടെ ജീവിതത്തിൽ ചെറിയൊരു സ്നേഹത്തിൻ്റെ സ്പർശം, ഒരു സഹായത്തിൻ്റെ കൈത്താങ്ങ്, ഒരു പ്രോത്സാഹന വാക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ വീഡിയോ അവരുടെ കഥകൾ കേൾക്കുവാനും അവരുടെ സ്വപ്നങ്ങൾ കാണുവാനും അവർക്കൊപ്പം നിൽക്കുന്ന ഒരു പുത്തൻ ലോകം സൃഷ്ടിക്കാനുമുള്ള ഒരു ശ്രമമാണിത്. നമ്മൾ ഒന്നിച്ചാൽ ഒരു കുട്ടിയുടെ ഭാവി വെളിച്ചമാകും. നമ്മുടെ ചെറിയ സഹായം അവർക്കൊരു വലിയ നാളെയായി മാറും. എല്ലാ രാവിലെയും ഞങ്ങൾ പുതിയൊരു പ്രതീക്ഷയുമായി എഴുന്നേൽക്കും. പക്ഷേ ഈ ലോകത്തിൻ്റെ ഏതോ കോണിൽ ചില കുഞ്ഞുങ്ങൾക്ക് അതേ പ്രതീക്ഷകൾ പോലും ദൂരെ സ്വപ്നം പോലെയാണ്. അവർക്കില്ല അമ്മയുടെ തലോടൽ, അച്ഛൻ്റെ കരുതൽ. അവരോടൊപ്പം ഒരു കൂട്ടം ചെറിയ സ്വപ്നങ്ങളുണ്ട്. സുരക്ഷ, സ്നേഹം, പഠനം, ഒരു നല്ല ഭാവി. അനാഥാലയങ്ങൾ, മാതാപിതാക്കൾ മരിച്ച കുട്ടികൾ, മാതാപിതാക്കളാൽ ഉപേക്ഷിച്ച കുട്ടികൾ താമസിക്കുവാനും പരിപാലിക്കുവാനും കഴിയുന്ന ഒരു സ്ഥലം. അവിടെ താമസിക്കുന്ന ഓരോ കുട്ടിക്കും ഒരു കഥയാണ്. മുറിവുകളുടെയും സ്വപ്നങ്ങളുടെയും കഥ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ പറയാൻ ആരുമില്ലാത്ത കഥ. എൻ്റെ പ്രിയ കുഞ്ഞു മക്കളെ, നിങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയുമ്പോൾ അതൊന്നും കഴിയാതെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങളില്ലാതെ കഴിയുന്ന മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ എത്ര വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ അമ്മയും അച്ഛനും, നമ്മുടെ വീട്, നല്ല ഭക്ഷണം, പഠിക്കാനുള്ള പുസ്തകങ്ങൾ, സൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു അനുഗ്രഹമാണ്. അനാഥ മന്ദിരത്തിലെ കുട്ടികൾക്ക് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾ ലഭ്യമല്ല. അതിനാൽ നമുക്ക് കിട്ടിയ ഓരോ നല്ല കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങളുടെ സ്നേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്. അനാഥ മന്ദിരത്തിലെ കുട്ടികൾ ഈ സ്നേഹത്തിനായി കൊതിക്കുന്നു. വീട്ടിലുള്ളവരോട് നിങ്ങൾ ദേഷ്യപ്പെടുകയോ പിണങ്ങുകയോ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കണം. കുടുംബത്തെയും അവരുടെ സ്നേഹത്തെയും ഏറ്റവും അധികം വിലമതിക്കാൻ പഠിക്കുക. മറ്റുള്ളവരുടെ വിഷമത്തിൽ അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. അനാഥ മന്ദിരത്തിലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. നമുക്ക് ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ, കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ അവർക്കായി മാറ്റിവെച്ച് പങ്കുവെക്കുവാൻ നമ്മൾ തയ്യാറാണ്. ചെറിയ സഹായം പോലും അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ഒരുപാട് ഭക്ഷണം പാഴാക്കുമ്പോൾ അത് വെറുതെ കളയുക മാത്രമല്ല ചെയ്യുന്നത്. ആഹാരം ഉണ്ടാക്കാനായി ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഭക്ഷണം പാഴാക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാടിനെയാണ് ഇല്ലാതാക്കുന്നത്. അതിനാൽ പാഴാക്കുന്ന ശീലവും ഇന്നു മുതൽ നമുക്ക് നിർത്താം.